പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. ഔദ്യോഗികാരുണനാഥനായ ഈശോയെ, അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിന് ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ പല പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുമ്പോഴും നിൻ്റെ കാരുണ്യം എപ്പോഴും ഞങ്ങളെ വിട്ടുപിരികയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, എൻ്റെ ഭയങ്ങളെയും ആകുലതകളെയും ബലഹീനതകളെയും എൻ്റെ സങ്കടങ്ങളെയും എനിക്കുള്ളവ സർവ്വതയും ഈശോയെ നിൻ്റെ കാഴ്ചവെട്ടിൽ സമർപ്പിക്കുന്നു. യേശയ്യാ പ്രവാചന പുസ്തകം 54 അധ്യായം 10 വാക്യം നമ്മുടെ ആരാധന വിഷയമാക്കാം. പർവ്വതങ്ങൾ നീങ്ങിപ്പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം തന്നെ വിട്ടുപിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് ഇളക്കം തട്ടുകയില്ല. നിന്നോടുള്ള കരുണ കർത്താവ് നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. കരുണയുള്ള ദൈവം നമ്മോട് പറയുന്ന വാക്കുകളാണ് യെശയ്യാ പ്രവാചകനിലൂടെ നാം ശ്രവിച്ചത്. ഈ നോമ്പുകാലത്ത് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്, മാറ്റമില്ലാത്ത സ്നേഹം. ലോകത്തിലെ സകല കാര്യങ്ങളും മാറിയേക്കാം. നമ്മുടെ ജീവന തുല്യമെന്ന് നമ്മൾ കരുതുന്ന വസ്തുക്കളും വ്യക്തികളും സാഹചര്യങ്ങളും ജോലികളുമെല്ലാം നമ്മളിൽ നിന്ന് പരിപൂർണമായി മാറ്റപ്പെട്ടേക്കാം. പക്ഷേ മനുഷ്യർ നമ്മെ കൈവിട്ടേക്കാം, സാഹചര്യങ്ങൾ പ്രതികൂലമായേക്കാം. എന്നാലും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അചഞ്ചലമാണ്. ഇതൊരിക്കലും നമ്മെ വിട്ടുപിരിയുകയില്ല. ആ വലിയ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ തണലിലാണ് ദിവ്യകാരുണ്യനാഥന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മളായിരിക്കുക. ആ വലിയ സ്നേഹത്തണൽ, കാരുണ്യത്തണൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടുവരുന്ന അചഞ്ചലമായ സാന്നിധ്യമാണ്. ഇവിടെ തമ്പുരാൻ നമുക്ക് മുമ്പിൽ ഒരുക്കുന്നൊരു സമാധാന ഉടമ്പടിയുണ്ട്. ഈ നോമ്പുകാലം ദൈവം നമ്മളുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്ന സമയമാണ്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അവിടെ നിന്ന് നമ്മെ തള്ളിക്കളയുന്നില്ല, മറിച്ച് കരുണയോടെ അരികിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നു. വലിയ സ്നേഹത്തിൻ്റെ ഭാവമാണ്. കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അത്രമാത്രം വലിയ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവൻ്റെ തുല്യമെന്ന് കരുതുന്ന എന്തും നമ്മളിൽ നിന്ന് പരിപൂർണമായി നീക്കം ചെയ്യപ്പെടുമ്പോഴും അവിടുന്ന് നമുക്ക് നൽകുന്ന വലിയൊരു സുരക്ഷിതത്വമുണ്ട്. നമ്മുടെ ജീവന് അവിടെ നമ്മൾ നൽകുന്നൊരു സുരക്ഷിതത്വമുണ്ട്. നമ്മെ പേര് ചൊല്ലി വിളിച്ച് ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കണ്ണുനീരിനും നിശബ്ദമായ തേങ്ങലുകൾക്കും എല്ലാം ഈശോ കാണുന്നുണ്ട്.
അവിടുത്തെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനേൽക്കുന്ന മുറിവുകളെ സൗഖ്യപ്പെടുത്തുവാൻ ഈശോയുടെ തിരുമുറിവുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വ്യയം ചെയ്ത് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത മുറിവുകളെ മനസ്സിലാക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ കാണുകയും സൗഖ്യങ്ങൾ നേടുകയും അത്ഭുത പ്രവൃത്തികളുടെ എല്ലാ മേഖലകളും സ്വന്തമാക്കുകയും ചെയ്തവരൊന്നും പീഡാനുഭവവേളയിൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈശോ എത്രയോ പേരെ സൗഖ്യപ്പെടുത്തി, എത്രയോ പേർക്ക് വിശപ്പിന് ഭക്ഷണം നൽകി, എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നൽകി. പക്ഷെ ഇവരൊന്നും ഈശോയുടെ പീഡാനുഭവവേളയിൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് നമ്മളെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മൾ അധ്വാനിച്ച് വ്യയം ചെയ്ത് സ്നേഹിച്ചവർ, കരുതിയവരൊക്കെ നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊരിക്കലും വാശി പിടിക്കരുത്. ആ കുറവുകളെ, ആ വേദനകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല തമ്പുരാന് മാത്രമാണ്. കാരണം അവിടുന്ന് സ്നേഹിച്ചവരെല്ലാം അവസാന നിമിഷം അവിടുത്തെ വിട്ടുമാറുകയാണ് ചെയ്യുക. വിധിവികാരനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ അവിടെ നമുക്ക് നൽകുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ കരുതലുണ്ട്. മാറ്റമില്ലാത്ത സ്നേഹം, ഒരു സമാധാന ഉടമ്പടി, ഒരു സുരക്ഷിതത്വം. ഈശോയിലേക്ക് ചേർന്ന് നിൽക്കാം. മറ്റുള്ളവരെ നമുക്ക് ചേർത്ത് നിർത്താം. അവരുടെ വേദനകളാൽ നമ്മൾ മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ വേദനകളാൽ അവർ മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരെയും നമ്മയും ഈശോയുടെ തിരുരത്തിൻ്റെ അഭിഷേകത്താൽ കഴുകി വിശുദ്ധീകരിക്കാം. ഒരുപക്ഷെ നമ്മുടെ വേദനകളുടെ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ധാരാളം മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവരുടെ വേദനകളുടെ സമയത്ത് അവർ നമ്മെ പല വിധത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. ഈ മുറിവുകളെല്ലാം സൗഖ്യമാകേണ്ടതാണ്. സൗഖ്യമാക്കാനായിട്ട് തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുറിവുകളെ ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ സ്നേഹം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ സമാധാന ഉടമ്പടി സ്വീകരിച്ച് സുരക്ഷിതരാകാം. അതിനുള്ള ഏറ്റവും വലിയ സമയമാണ് ദിവ്യകാരുണ്യ ആരാധന. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം വളരെ ശാന്തമായി തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ.